ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലും വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിന് കീഴിലുള്ള VRDL വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, റിസർച്ച് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും BSc MLT അല്ലെങ്കിൽ +2 DME അംഗീകൃത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹൈസ്കൂളിലെ 5 വർഷത്തെ ലബോറട്ടറി പരിചയവുമാണ്. കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലും ഡാറ്റ മാനേജ്മെൻറ്റിലുമുള്ള അറിവും ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 20,000 രൂപയാണ് ലഭിക്കുക. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 1 വർഷത്തേക്കാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാർച്ച് 6 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത ബോർഡിൽ നിന്നുള്ള ഹൈസ്കൂൾ അല്ലെങ്കിൽ മെട്രിക് തത്തുല്യമാണ്. കൂടാതെ ആരോഗ്യ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രതിമാസ വേതനം 18,000 രൂപയാണ് ലഭിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാർച്ച് 5 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മെഡിക്കൽ മൈക്രോബയോളജി അല്ലെങ്കിൽ മോളിക്യുലർ ബയോളജി, ബയോടെക്നോളജിയിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ മോളിക്യുലർ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിലുള്ള പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലും ഡാറ്റ മാനേജ്മെൻറ്റിലുള്ള അറിവും ഉണ്ടായിരിക്കണം. 35,000 രൂപയാണ് വേതനങ്ങൾ ലഭിക്കുക. മറ്റ് അലവൻസുകളൊന്നും ഉണ്ടായിരിക്കില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാർച്ച് 4 രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രായം, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡാറ്റ എൻട്രിയിലും ഡാറ്റ മാനേജ്മെൻറ്റിലുമുള്ള ബിരുദമാണ്. പ്രതിമാസ വേതനം 20,000 രൂപയാണ് ലഭിക്കുക. മറ്റ് അലവൻസുകളൊന്നും ലഭിക്കുന്നതല്ല. ആരോഗ്യ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 1 വർഷത്തേക്കാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാർച്ച് 7 രാവിലെ 11 മണിക്ക് നിങ്ങളുടെ പ്രായം, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോഴിക്കോട് ഇഹാൻസിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ക്ലിനിക്കൽ സൈക്കോളജി തസ്തികയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് മാർച്ച് 5 രാവിലെ 11 മണിക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യത RCA രജിസ്ട്രേഷനോട് കൂടിയ MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി, PhD ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം RCA രജിസ്ട്രേഷനോട് കൂടിയ MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. SSLC പാസ്സായ 40 വയസ്സിൽ താഴെ പ്രായമുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 6 രാവിലെ 10 മണിക്ക് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വെൺപകൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എക്സ്റേ ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട്. റേഡിയോളജിയിലുള്ള അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മാർച്ച് 6 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കും അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും മുൻഗണനയുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.